നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഗുരുജി ട്രേഡിംഗ് ഇമോഷൻ ചാനലിൽ നിന്നാണ് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമുക്ക് എവിടെയാണ് മാർക്കറ്റ്, എന്താണ് കഥ പറയുന്നത്, മാർക്കറ്റ് പ്രൊഫൈൽ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്, എവിടെയാണ് ഡിമാൻഡോ സപ്ലൈയോ, ദാറ്റ് മീൻസ് എവിടെയെങ്കിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റോ, ദാറ്റ് മീൻസ് എവിടെയെങ്കിലും ആരെങ്കിലും ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ ആൾക്കാരുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. ഇത് നമ്മൾ കോഴ്സസ് ചെയ്യുന്നുണ്ട്. ഇത് മാർക്കറ്റ് പ്രൊഫൈലിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മാർക്കറ്റിൽ ആരും ഇതേപോലെ ചെയ്യാറില്ല, ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞു തരാറില്ല. എല്ലാവരും ക്യാൻഡിൽ സ്റ്റിക്ക് ബേസ് ചെയ്തിട്ട് ആ ക്യാൻഡിൽ ഇങ്ങനെയാണ്, അതൊക്കെയാണ് സ്റ്റാർട്ടിങ്. ബിഗിനേഴ്സിന് അതൊക്കെയാണ് നല്ലത്. ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള നിറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ആരാണ് സ്മാർട്ട് മണി, എവിടെ വരുന്നുണ്ട്, അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എവിടെയാണ് ഓപ്ഷൻ സെല്ലേഴ്സ് കയറുന്നത്, നമുക്ക് എങ്ങനെ, ഞാനൊരു ഓപ്ഷൻ ബയറാണ്, അപ്പോൾ ഓപ്ഷൻ ബയർ എവിടെയാണ് ആക്റ്റീവ് ആകേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മാർക്കറ്റ് പ്രൊഫൈൽ, നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ്. ഇത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും അല്ല. ഇത് ഇവിടെ ബൈ ചെയ്യണം, അവിടെ സെല് ചെയ്യണം, അങ്ങനെ ഒന്നും ഇത് പറയുന്ന ഒരു ചാർട്ടല്ല, ഇൻഡിക്കേറ്ററും അല്ല ഇത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. നിഫ്റ്റി ഈ ഫാള്, അതായത് ഈ ഫാള് ഇവിടെ ഒരു തിൻ വോളിയം ഉണ്ട് കണ്ടോ. ഇതുപോലത്തേക്ക് നമുക്ക് ക്യാൻഡിൽസ്റ്റിക്കിൽ കിട്ടുമോ? നിങ്ങളൊരു ഡേ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ തിൻ വോളിയം എവിടെയാണ്? താഴെയും നമുക്ക് വേണമെങ്കിൽ വോളിയം നോക്കാം. ഓരോ ക്യാൻഡിൽ സ്റ്റിക്കിനും 15 മിനിറ്റിനും 30 മിനിറ്റിൻ്റെയൊക്കെ നോക്കുമ്പോൾ താഴെ ഒരു വോളിയം ബാറൊക്കെ ഇങ്ങനെ നമുക്ക് നോക്കാം. പക്ഷേ ഇത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ടൈമിൻ്റെ കാര്യം നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇതിന് TPO എന്ന് പറയും, ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി. അപ്പം ബയറിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് കയറണം, ഏത് സമയത്ത് എക്സിറ്റ് ആകണം, ഏത് സമയത്ത് കയറാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് നല്ല ഉപയോഗപ്രദമായിരിക്കും മാർക്കറ്റ് പ്രൊഫൈൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി നമുക്ക് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആണ് എന്ന് വിചാരിച്ചോളൂ. ഫ്ലാറ്റ് ഓപ്പൺ ആയി, ഈ ഓപ്പൺ ഹോൾഡ് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ക്ലോസിന് മുകളിലും മാർക്കറ്റ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, അത് ആദ്യത്തെ 5 മിനിറ്റ് ആകാം, 15 മിനിറ്റ് ആകാം, എങ്ങനെ വേണം, നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടാർഗറ്റ് ഇതാണ്. അതായത് 19,560 ഒരു ടാർഗറ്റ് വയ്ക്കാം. 19,000 ഒരു സെക്കൻഡ്, യെസ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് തന്നെ നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ 19,405 19,560 അവിടെ ഒരു സപ്ലൈ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. ഈ 560 അവിടെ മാർക്കറ്റ് റിജക്ഷൻ കിട്ടുന്നില്ല. ഒരു അക്സെപ്റ്റൻസ് വീണ്ടും തന്നെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈക്ക് മുകളിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതല്ല, മാർക്കറ്റ് ഓപ്പൺ ആയി, ഓക്കെ, ഫ്ലാറ്റ് ഓപ്പൺ ആയി, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി, ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി, ചെറിയൊരു 10 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ആണ് ഫ്ലാറ്റ് ഓപ്പൺ എന്ന് പറയാം. ഇതിൽ മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഇതൊരു POC എന്ന് പറയും, പോയിന്റ് ഓഫ് കൺട്രോൾ. വീണ്ടും ഇവിടെ നമുക്കൊരു DPOC ഉണ്ട്. DPOC അല്ല, VPOC ഉണ്ട്, വോളിയം പ്രൊഫൈൽ. ഇത് വീണ്ടും ഇവിടെ കിടപ്പുണ്ട്. ഇത് എത്ര ലെവലിൽ? 19,335 അവിടെ ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഈ 335 അവിടെ രാവിലെ തന്നെ ഒരു 335 അവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇവിടെ എങ്ങാനും നമുക്ക് ഓപ്പണായി ഇവിടെ നിന്ന് അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിജക്ഷൻ ആവുന്നുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യുക. 19,335 എന്ന് പറയുന്ന ലെവൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. കാര്യം വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു POC ഉണ്ട്, VPOC ഉണ്ട്, രണ്ടും ഉണ്ട്. ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് ഒരു റിജക്ഷൻ കിട്ടുന്നു, ഓപ്പൺ ഹോൾഡ് ചെയ്യുകയും മുകളിലോട്ട് പോയാൽ നമുക്ക് ഈ ക്ലോസിൻ്റെ മുകളിൽ പോകുമ്പോൾ തന്നെ, അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മുകളിലോട്ടുള്ള ഒരു യാത്ര ഉറപ്പിക്കാവുന്നതാണ്. അതല്ല, 19,335 താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് ഇത് വെക്കാം, 19,370 ഈ ടാർഗറ്റ് വെക്കാം. അതിനുശേഷം ഡയറക്റ്റ്ലി നമുക്ക് ഈ ടാർഗറ്റ് വെക്കാം 19,320. താഴോട്ട് സപ്ലൈ സോൺ, മുകളിലോട്ട് ഡിമാൻഡ് സോൺ നമ്മൾ സംസാരിച്ചു. ബാങ്ക് നിഫ്റ്റിയിലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചൊരു ഡിഫറൻസ് മാത്രമുണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. കാര്യത്തിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ എങ്ങും ഈ ഏരിയയിലൊന്നും ഡിമാൻഡില്ല, കാര്യത്തിൽ ഇതൊരു പുവർ സെല്ലിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊരു വീക്കർ ഹാൻഡ് സെല്ലിംഗ് എന്നാണ് നമ്മളിത് പറയുന്നത്. ഇന്നലെ ഒരു ഇമോഷൻ കണ്ടോ അല്ല അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത് ആയിരിക്കുന്നത്. സോ ഇത് ഓപ്പൺ ഇന്നലത്തെ ക്ലോസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ടാർഗറ്റ് PDH എന്ന് പറയും, പ്രീവിയസ് ഡേ ഹൈ ടാർഗറ്റ് വെച്ചുകൊണ്ട് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് നോക്കാവുന്നതാണ്. അവിടെയുള്ളൂ നമുക്കൊരു ഡിമാൻഡ് സോൺ, ഇവിടെയുള്ളൂ ഒരു ഡിമാൻഡ് സോൺ. ഇതെന്താണ്?
ഇത് വന്നിട്ട് 45, 120, 130 ഒക്കെ വെച്ചോളൂ. 120, 130 ഈ റേഞ്ചിൽ ഒരു ഡിമാൻഡ് സോൺ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു റേഞ്ച് വലുതായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടും. ഇവിടെ നിന്ന് ഒരു അക്സെപ്റ്റൻസ് കിട്ടി മുകളിലോട്ട് പോയാൽ സസ്റ്റെയിൻ ആയാൽ 45, 130 നമുക്കൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കാവുന്നതാണ്. അപ്പം ഇവിടെ താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങും ഡിമാൻഡ് സോൺ ഇല്ല. ഡിമാൻഡ് സോൺ വളരെ അടുത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ തിങ്കളാഴ്ചത്തെ ലോവിൻ്റെ അടുത്താണ് ഡിമാൻഡ് സോൺ നിൽക്കുന്നത്. അതായത് ഇത് എത്രയാണ്? 45, 740. ഒരു സെക്കൻഡ്, 740 ഇവിടെയാണ് നിൽക്കുന്നത്. യെസ്, 740 അവിടെയാണ് നിൽക്കുന്നത്. അതായത് 45, 740 അവിടെ അക്സെപ്റ്റൻസ് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. നല്ലൊരു ഫാൾ ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടും. അത് ഡയറക്റ്റായിട്ട് ഇവിടം വരെ വരും. ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരണമായിരുന്നു. ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, ഇത്രയും ഗ്യാപ്പ്. പക്ഷേ ഇവിടം വരെ എന്തായാലും നമുക്കൊരു ടാർഗറ്റ് വയ്ക്കാം. 45, 560 നമുക്കൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് താഴോട്ട് ട്രേഡ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റി വലിയൊരു റേഞ്ച് തരുന്നുണ്ട്. പക്ഷേ അത് രാവിലെ ഇങ്ങനെ ഈ ഇവിടേക്ക് അക്സെപ്റ്റൻസ് തന്നാൽ മാത്രമേ കയറാവൂ. ഇൻ ബിറ്റ്വീൻ മാർക്കറ്റ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ കയറരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് താഴെ വന്നു, ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. 740, 45, 740 ഒരു റിജക്ഷൻ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അക്സെപ്റ്റൻസ് കിട്ടിയെന്ന് എങ്കിൽ മാത്രമേ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പോകാവൂ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിന് മുകളിൽ, ക്ലോസിന് മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, രാവിലെ ഓപ്പണായി ഒരു അക്സെപ്റ്റൻസ് ഒന്നും ഡേ ഓപ്പണും ക്ലോസിന് മുകളിൽ നിന്നാൽ മാത്രമേ ഈ ടാർഗറ്റ് വെച്ച് മുകളിലോട്ട് പോകാവൂ. അല്ല, മാർക്കറ്റ് ഇപ്പോൾ ഫ്ലാറ്റായിട്ട് ഓപ്പണായി, ഇവിടെ ഓപ്പണായിട്ട് മാർക്കറ്റ് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ഇങ്ങനെ നിൽക്കും എങ്കിൽ അതിനകത്ത് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കയറരുത്. ഒന്നേയും മുകളിൽ പോയിട്ട് ഒരു റിജക്ഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസിനായിട്ട് വെയിറ്റ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഇതുണ്ടോ, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ എനിക്കറിഞ്ഞൂടാ എത്ര പേര് ഇത് ശ്രദ്ധിച്ചു എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ, എത്ര പേര് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞൂടാ. ഇത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ നമ്മുടെ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. വെറും പ്ലെയിൻ ക്യാൻഡിൽ സ്റ്റിക്കാണ്, ഒരു ഇൻഡിക്കേറ്ററോ ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല. ഇതിനകത്ത് ഇത് തിങ്കളാഴ്ചയാണല്ലേ, തിങ്കളാഴ്ച മുതൽ ഇതാണല്ലോ തിങ്കളാഴ്ച. യെസ്, തിങ്കളാഴ്ച ഇതൊക്കെ ശ്രദ്ധിക്കുന്നു കേട്ടോ, മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റീസ് കേട്ടോ. തിങ്കളാഴ്ച മാർക്കറ്റ് എന്ത് ചെയ്തു? ഗ്യാപ്പ് അപ്പ് ഓപ്പണായി മുകളിൽ പോയി വീണ്ടും താഴെ വീണു. ചൊവ്വാഴ്ച ഗ്യാപ്പ് അപ്പ് ഓപ്പണായി മുകളിൽ പോയി താഴെ വീണു. ഓക്കെ, അടുത്തത് ബുധനാഴ്ച ഗ്യാപ്പ് അപ്പ് ഓപ്പണായി മുകളിൽ നിന്ന് താഴോട്ട് തന്നെ വീണു. ഇന്നലെ വ്യാഴാഴ്ച, ഓക്കെ ഇത് ബുധനാഴ്ച, വ്യാഴാഴ്ച കണ്ടോ ഗ്യാപ്പ് അപ്പ് ഓപ്പണായി മുകളിൽ പോയി താഴെ വീണു. കണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണം. മാർക്കറ്റിന് പറഞ്ഞു തരും ഞാൻ ഇങ്ങനെയാണ് ഈ ആഴ്ച ചെയ്യാൻ പോകുന്നത്, എൻ്റെ പാറ്റേൺ ഇതാണ്. തിങ്കളാഴ്ച എന്നാ നമുക്ക് മനസ്സിലായില്ലേ? തിങ്കളാഴ്ച എന്നാ മനസ്സിലാവും. ഇത് എന്നാ ബാങ്ക് നിഫ്റ്റിയും ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇത് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇതൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇതാണ്ടോ, തിങ്കളാഴ്ച ഗ്യാപ്പ് അപ്പ് ബാങ്ക് നിഫ്റ്റി മുകളിൽ പോയി താഴെ വീണു. ചൊവ്വാഴ്ച ഗ്യാപ്പ് അപ്പ് ബാങ്ക് നിഫ്റ്റി മുകളിൽ പോയി താഴെ വീണു. ബുധനാഴ്ച ഗ്യാപ്പ് അപ്പ് മുകളിൽ പോയി താഴെ വീണു. ഇന്നലെ വ്യാഴാഴ്ച, ഓക്കെ ഇന്നലെ വ്യാഴാഴ്ച ഉണ്ടോ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ മുകളിൽ പോയി നല്ലൊരു വീഴ്ച ഫാള് നമുക്ക് കിട്ടി. സോ ഇത് തന്നെ ഇങ്ങനെ തന്നെ ആകണമെന്നൊന്നും റൂളൊന്നുമില്ല. ഇങ്ങനത്തെ ഓഡ്സ് ആർ ദെയർ. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ അനാലിസിസ് ചെയ്യുക. ഇത് ഇങ്ങനത്തെ അനാലിസിസ്, ഇങ്ങനത്തെ ഒബ്സർവേഷനാണ് മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ കാലം നമുക്ക് നിൽക്കാൻ പറ്റുക. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.